കണ്ടോ ഇപ്പൊ വള്ളിയിട്ട് നന്നായില്ലേ? കൊള്ളാം, സംഭവം കൊള്ളാം. ആടിപ്പൊളി മക്കളെ, ആടിപ്പൊളി. പേടിക്കണ്ട, ട്യൂബ് പോയി ഇടിച്ചോളും, എന്നിട്ട് പൊക്കോളും. ആ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോടാ നീന. എന്റെ കാല് ഹായ്, ഹൈവേ വ്ലോഗ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളി വിശേഷങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ ഇവിടെ ഒൻറ്റാറിയോയിലെ എലോറ ഗോർജ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ട്യൂബിങ്ങിന് പോവാണ് ഞങ്ങൾ. അവിടെ വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം മോശമല്ലാത്ത ഒരു കുറച്ച് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുവഴി റിവറിൽ ഈ റിവർ റാഫ്റ്റിങ്ങിൻ്റെ ഒക്കെ ഒരു ചെറിയ സെറ്റപ്പ് ട്യൂബിങ്, അതിനാണ് ഞങ്ങൾ പോകുന്നത്. ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ കണ്ട് നേരത്തെ മുതലേ നീനൂസ് പറയും നമുക്ക് എന്നാലും എലോറ ഗോർജിൽ പോകണം. നമ്മുടെ ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററിനടുത്താണ് എലോറയിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം. ഡണ്ടാക്കിന്ന് നേരെ എലോറയ്ക്ക് പോവാതെ നമ്മൾ ബ്രാംപ്ടൺ വരെ പോയിട്ടാണ് പോകുന്നത്. അവിടെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പം നേരെ ഷെൽബൺ, ഓറഞ്ചുവില്, കാലിഡോൺ, ബ്രാംപ്ടൺ, അവിടുന്ന് നേരെ നമ്മൾ എലോറ, അതായിരിക്കും പരിപാടി. പതിവ് പോലെ നമ്മുടെ ഫാമിലി ട്രിപ്പുകൾക്കെല്ലാം നീനൂസ് ആയിരിക്കും മാക്സിമം വണ്ടി ഓടിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നാലേ എനിക്ക് ഫ്രീ ആയിട്ട് ക്യാമറ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. പൊന്നെ, ഇങ്ങനെ ഒരു സുഖപ്പേരുവായില്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഏനൊക്കെ പറഞ്ഞ് എന്നെ നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് വന്ന് എന്നെ പിടിച്ചതിൽ ഇരുത്തിക്കും. അതാണ് അതിന്റെ ഒരു കഴിവ്. അവൾ ഓടിച്ചാലേ ശരിയാവുള്ളത്. എന്നാലും നീനൂസ് ആണ് വണ്ടി. നമ്മുടെ ബാക്കില് പിങ്കുമോൻ ഇരിപ്പുണ്ട്. പിങ്കുമോൻ ഒരു ഹായ്. ഒത്തിരി നാള് നോക്കിയിരുന്നു ഇങ്ങനെ പോവാൻ. ഇപ്പൊ സമ്മറിനാണ് ഈ പ്രാവശ്യം വലിയ ബജറ്റുകളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുരുക്കവാ അവിടെ ഇവിടെയൊക്കെ പോയത്. അപ്പൊ നമ്മൾ ഒത്തിരി നോക്കിയിരുന്നിട്ടാണ് ഈ എലോറ ബുക്ക് ചെയ്തത്. പക്ഷെ കുറെ നാൾ മുമ്പ് എല്ലാം ഇങ്ങനെ ബുക്കായി പോകുമായിരുന്നു നേരത്തെ. അതായത് എപ്പോ നോക്കിയാലും വിറ്റഴിച്ച് മനസ്സിലാകുന്നുണ്ടോ, അങ്ങനെ പോകുമായിരുന്നു. അപ്പം വീക്കെൻഡിൽ അവൈലബിൾ അല്ലായിരുന്നു. സോ വീക്കെൻഡ്, ലോങ് വീക്കെൻഡ് എല്ലാം നോക്കി. അങ്ങനെ ഏറ്റവും നമുക്ക് ഒരു മാർക്ക് നോക്കാഞ്ഞിട്ട് ഒരു ഫ്രൈഡേ ഒത്തു കിട്ടിയപ്പം ഇന്ന് ഫ്രൈഡേ ആണ് നമ്മൾ പോകുന്നത്. സാധാരണ നമ്മൾ വീക്കെൻഡ് അല്ലേ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്രൈഡേ നോക്കിയപ്പോൾ നമുക്ക് കിട്ടി. അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഒരു 2-3-4 ആഴ്ച മുമ്പേ നോക്കി തുടങ്ങണം ആരെങ്കിലും പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ. ടിക്കറ്റ് അവൈലബിലിറ്റി വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്ത് വന്നപ്പോ നല്ല പേടിയാ. അതായത് സംഭവം വേറെ ഒന്നുമല്ല, ഈ എലോറ ഗോർജ് എന്ന് പറയുന്ന ഒരു കൺസർവേഷൻ ഏരിയ ആണ്. കൺസർവേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ പറമ്പിക്കുളം ഒക്കെ പോലത്തെ ഒരു സെറ്റപ്പ്. അവിടെ ചെന്ന് കഴിയുമ്പം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം മോശമല്ലാത്ത ഒരു റിവർ ഉണ്ട്. അവിടുന്ന് നമ്മൾ എക്വിപ്മെന്റ്സ് ഹയർ ചെയ്യുക ചെയ്യുന്നത് അല്ലേ, അല്ലാതെ അവിടുന്ന് അവർ പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മളൊരു വേവർ സൈൻ ചെയ്യുന്നുണ്ട്. അവിടെ എന്ത് അപകടം പറ്റിയാലും അല്ല ഈവൻ മരണം പോലും സംഭവിച്ചാലും അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ്. അതിനെക്കുറിച്ചുള്ള വാർണിംഗ്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, ഇതിങ്ങനെ ഒരു ഇത് അങ്ങ് സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാനൊന്ന് നോക്കി അവിടെ വല്ല മരണവും സംഭവിച്ചിട്ടുണ്ടോന്ന്. അപ്പൊ താണ്ട കിടക്കുന്ന ഈ അടുത്തൊരു മരണം ഉണ്ടെന്ന്. ഈ അടുത്ത് ജൂണില്. പക്ഷെ അത് റാപ്പിഡ്സിലല്ല, ഒരാള് കോറിയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് ചാടി സ്വിം ചെയ്തതാ. അതായത് ഈ റിവറില് നമ്മളിപ്പം ടിക്കറ്റ് എടുത്തിരിക്കുന്ന അവിടുത്തെ എക്വിപ്മെന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഹയർ ചെയ്ത് അല്ലെ ഈ എക്വിപ്മെന്റ്സ് അവിടെ നിന്ന് എടുത്ത് നമ്മൾ നേരെ ഈ റിവറിൽ പോകുന്നു. അവിടുന്ന് ഈ റിവറിന്റെ കാര്യങ്ങളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നു. അപ്പം നമ്മളെ ആരെയും മോണിറ്റർ ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പം നമ്മളെ ആരും നോക്കാനുമില്ല, ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് പോയി ക്ലിഫ് ജമ്പ് ചെയ്യുവോ, അവിടെ തലകുത്തി മറിയോ അല്ല ചെയ്യേണ്ട രീതിയിൽ അല്ലാത്ത റിസ്ക് എടുക്കുന്ന പരിപാടികളൊക്കെ ചെയ്താൽ അതെല്ലാം നമ്മുടെ ഉത്തരവാദിത്തം മാത്രം. അപ്പൊ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കാം. കാരണം അത്യാവശ്യം നല്ലൊരു പാർക്കാണ്, നല്ല രീതി മറ്റേ പാറകളൊക്കെ ഉള്ള ഒരു പുഴയാണ്. അതുകൊണ്ടാണല്ലോ ഇത്. അപ്പം ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറുക എന്നുള്ള ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ്. അത് കൂടാതെ നമുക്ക് ഇപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ 2 രീതിയിലുള്ള ഫ്ലോട്ടിങ്ങിനുള്ള സെറ്റപ്പ്. ഒരു റിവറിനെ തന്നെ 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കുക, മനസ്സിലായോ? അതായത് ഒരെണ്ണം വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത, അല്ലെ പാറകളും ഇടുക്കുകളും ഇതൊന്നും ഇല്ലാത്ത, അങ്ങനെയുള്ളത് ലേസി റിവർ എന്ന് പറഞ്ഞു. മറ്റേത് റാപ്പിഡ്സ് എന്നും പറഞ്ഞ് തിരിച്ചേക്കും. അതെ, അപ്പൊ റാപ്പിഡ്സ് ഫ്ലോട്ടിംഗും ഉണ്ട്, ലേസി റിവർ ഫ്ലോട്ടിംഗും ഉണ്ട്. അപ്പം വലിയ അഡ്വഞ്ചർ ഒന്നും താല്പര്യം അല്ലാത്തവർക്ക് അല്ലെ ഒന്ന് ലേസി ആയിട്ട് ഒന്ന് ജസ്റ്റ് ട്യൂബിങ് മാത്രം, നമ്മുടെ കുളത്തിലൊക്കെ ചാടുന്ന പോലത്തെ പരിപാടിയിൽ ട്യൂബിങ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് അതിനുള്ള സെക്ഷൻ വേറെ ഉണ്ട്.
ഇപ്പം ഒന്ന് റിവറിൽ കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് വെള്ളത്തിലൊക്കെ പോകുന്ന ഒരു സെറ്റപ്പ് ഉള്ളവർക്ക് അതിന് വേറെ നമ്മളിപ്പോ റാപ്പിഡ്സ് ആണ് എടുത്തേക്കുന്നത്. അതായത് നമ്മുടെ ഈ നാട്ടിലെ പുഴയില് ഒരു ട്യൂബ് ഇട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പിണ്ടിച്ചങ്ങാടം ഉണ്ടാക്കിയിട്ട് ഒഴുകി പോകുന്ന ഒരു സെറ്റപ്പ്. ഇവിടെ പിണ്ടിച്ചങ്ങാടവും വാഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ട്യൂബ് തരും, അത്രേ ഉള്ളൂ. അതിലിട്ടുന്നു പോകുന്നു. മറ്റേതിന് ചെറിയ ഒഴുക്കും ചെറിയ വെള്ളവും ഉള്ളൂ. അത് ഇങ്ങനെ പെതുക്കെ തന്നി പോകും. അത് 4-5 മണിക്കൂർ എടുത്ത് ഒരറ്റത്തുനിന്ന് ഒരറ്റത്ത് എത്തുന്നത്. ഇത് 3/4 മണിക്കൂർ കൊണ്ട് എത്തും. ഇച്ചിരി നല്ല ഒഴുക്കുള്ള ഇറക്കമുള്ള സ്ഥലം, കുത്ത്, മനസ്സിലായോ? അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. നമ്മളിപ്പോ എടുത്തേക്കുന്നത് റാപ്പിഡ്സ് ആട്ടോ. നമുക്ക് എന്നും ഒരു മണ്ണാങ്കട്ട അറിയത്തില്ല. എന്നാ റാപ്പിഡ്സ് കട്ടിയുള്ളതൊക്കെ ഇരിക്കട്ടെ ലേസിയൊന്നും നമുക്ക് വേണ്ടെന്ന്. പക്ഷെ ഒരു അതിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കോമ്പിറ്റന്റ് സ്വിമ്മേഴ്സ്. നമ്മളൊക്കെ ഓക്കെ സ്വിമ്മേഴ്സാ. അങ്ങനെ നമ്മള് ഷെൽബൺ എത്തിയിരിക്കുകയാണ്. നമ്മള് സാധാരണ ഗതിയിൽ യാർഡിലേക്ക് പോകുമ്പോൾ ഈ ഷെൽബൺ നമ്മളെപ്പോഴും കാണിക്കാറുണ്ടെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റാറില്ല. കാരണം നമ്മൾ ഗോപ്രോ വെച്ചിട്ടല്ലേ നമ്മൾ എടുക്കാറ്. ഇന്നിപ്പോൾ അതിൻ്റെ സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് അടിപൊളിയായിട്ടുള്ള കുറേ ഷെൽബണിൻ്റെ വിശേഷങ്ങൾ കൊണ്ടുവരാം. നമ്മുടെ വീട്ടിൽ നിന്നുണ്ടല്ലോ ടൊറന്റോ ഡയറക്ഷനിൽ എങ്ങോട്ടേലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം വരുന്ന ടൗണ് ഈ ഷെൽബൺ ആയിരിക്കും കേട്ടോ. ഷെൽബൺ കഴിഞ്ഞ് പിന്നെ ഓറഞ്ച് വില്ല റൂട്ട്. ദാണ്ട് ട്രിനിറ്റി പ്രൈംറോസ് യുണൈറ്റഡ് ചർച്ച് എന്ന് പറയുന്ന ഈ പള്ളി ഉണ്ടല്ലോ, ഇത് ഷെൽബണിലെ പള്ളി. ഇവിടെ ഒരു മലയാളി അച്ഛനൊക്കെ ഉണ്ട്. അപ്പം ഇത് ആഴ്ചയിൽ ഒന്ന് വെച്ച് ഞായറാഴ്ച ഈ മലയാളികൾ വാടകയ്ക്ക് എടുത്തിട്ടല്ലേടാ ഈവനിങ് അവരുടെ മെയിൻ സർവീസ് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് വാടകയ്ക്ക് എടുത്ത് ഇവിടെ ചർച്ചിന്റെ പരിപാടികളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് ഇത്രയും കനത്തിൽ മരങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം കണ്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് 2 വീടുകളുണ്ട്. ഈ വീടുകളുടെ ഭംഗി എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ല കാണണ്ടേ. ഞാൻ ഇച്ചിരി സൂം ചെയ്യാവേ. ഇത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, ഇങ്ങനെ കോല് പോലെയുള്ള മരങ്ങളും അതിൻ്റെ മുകളിലെ ഇലകളും. ശരിക്കും ഓട്ടം സീസൺ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഇലകളൊക്കെ മഞ്ഞയാകുമ്പോഴത്തേക്ക് ഈ ഇലകളെല്ലാം മഞ്ഞയാവും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ കാണുന്ന അപ്പൊ ഓട്ടം സീസണിലെ ഒരു കിടിലം കാഴ്ച. അത് എപ്പോഴും അത് ഒഴുകുമ്പോഴത്തേക്ക് ആ വീട്ടിലേക്ക് നോക്കാം അല്ലേ. നമ്മള് ഒരു 3-4 വർഷമായി നമ്മൾ ഈ വീട് വാങ്ങിച്ചിട്ട്. ഇതിനു മുമ്പ് നമ്മൾ പണ്ട് ടോബർ മുറിയോ അല്ലെങ്കിൽ അവിടെ ബീച്ചുകൾക്കൊക്കെ പോകാൻ നമ്മൾ ഇതുവഴി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കൊതിയോടുകൂടി നോക്കിയിട്ടുള്ള വീടുകളിൽ ഒന്നാ ഇപ്പോഴും അതൊക്കെ തന്നെ. ഇപ്പോഴും അത് തന്നെ നമ്മള്, കാരണം യാർഡിലേക്ക് പോകുന്നത് വരുന്നത് എപ്പോഴും ഈ റൂട്ടിലായിരിക്കുമല്ലോ. നോക്കുമ്പോഴത്തേക്ക് ആ വീട് ഇങ്ങനെ നോക്കിപ്പോകും. കുട വച്ചേക്കണ പോലെ ഈ മരങ്ങളുടെ മോൾ ഭാഗത്തല്ലേ ഇലകളെ, ഇതിന്റെ ഇടയ്ക്കൊന്നും ഇലയില്ലല്ലോ. നല്ല രസമായിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും അത്. അപ്പൊ കണ്ടിട്ടുണ്ടോ അടുത്ത പൊട്ടത്തരാന്ന് പറഞ്ഞ് കളിയാക്കരുത്. ഈ നമ്മളിപ്പോ സന്തോഷമായിട്ട് കുടുംബമായിട്ട് എല്ലാരും കൂടെ പോകുമ്പോ എല്ലാം കണ്ട അങ്ങ് സൗന്ദര്യമായിട്ട് അടിപൊളിയായിട്ട് തോന്നുക എന്ന് പറഞ്ഞ പപ്പ എന്നെ കളിയാക്കും. പക്ഷെ അതല്ല. ഞാന് 28-30 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നല്ലേ. അത് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇവിടുത്തെ ആകാശത്തിന് തന്നെ വേറൊരു ഭംഗിയാന്നൊക്കെ പറഞ്ഞപ്പോ തള്ളുക എന്ന് പറയരുത്. അതായത് ഇപ്പൊ നീല ആകാശത്തില് ഈ വൈറ്റ് പാർട്ടൺസല്ലോ, അതിങ്ങനെ കൊഴുത്തുരുണ്ട്. കാനഡയുടെ സ്റ്റൈലാണോ എന്ന് അറിയത്തില്ല, കൊഴുത്തുരുണ്ടായിരിക്കുന്നത്. ഇനി പൊല്യൂഷന്റെ കുറവാണോ എന്താന്ന് എനിക്കറിയത്തില്ല. അതേസമയം ഇന്ത്യയിലോ യു കെയിലും ഇച്ചിരി നല്ലതാ. ഇന്ത്യയിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ഉള്ളത് ഇങ്ങനെ ലൈറ്റാ, വളരെ ലൈറ്റാ വൈറ്റ് ഭാഗം. ഇങ്ങനെ നമ്മളിപ്പം ഒരു ആർട്ടിസ്റ്റ് ഒക്കെ ഇങ്ങനെ പടം വരയ്ക്കുമ്പം മേഘങ്ങൾ വരയ്ക്കുമ്പോ ഒരു 3D എഫക്റ്റ്, റൗണ്ട്, ഒരു ഉരുൾച്ച വരുത്തത്തില്ലേ, ആ ഉരുൾച്ച ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. പപ്പ എപ്പോഴും ഇതിനെ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതോ ചുമ്മാ തോന്നലാണോ? ശരിക്കും ഇപ്പൊ നീനൂസ് പറഞ്ഞത് ഒരു ഫാക്ട് തന്നെ കേട്ടോ. നമുക്ക് മേഘങ്ങളുടെ ആ ഒരു പ്രത്യേകതയും രസവും ഭംഗിയൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ നല്ല വിസിബിളാ. ഞാൻ ഈ സാധനം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നേരത്തെ ഇപ്പൊ നമ്മുടെ വ്ളോഗിങ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഖത്തറിലുണ്ടായിരുന്ന ഒരു സമയമുണ്ട്. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് 2014-നും 2012-നും ഇടയ്ക്ക്. അപ്പം ഗൾഫിലുള്ള സമയത്ത്, അപ്പോൾ ആ സമയത്ത് ഫോട്ടോഗ്രാഫി ഇത്തിരി ഭ്രാന്തായിരുന്നുകൊണ്ട് സ്ഥിരം ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിക്കുമായിരുന്നു ചില സമയത്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ മേഘങ്ങൾക്കൊരു രസമില്ലല്ലോ, അല്ലെ ആകാശത്തിൻ്റെ കാഴ്ച വരുമ്പോൾ ഫ്ലാറ്റ് ബ്ലൂ ആണല്ലോ എന്നുള്ളൊരു സാധനം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു.
എന്തുകൊണ്ടാണ് അതിന്റെ പ്രത്യേകത എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ച്, ശരിയാണ്, നമ്മുടെ നാട്ടിലും നമ്മൾ മേഘങ്ങളുടെ ഒരു ഭംഗി ഇത്രയും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ മേഘങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അത് പൊല്യൂഷന്റെ വല്ലതും ആയിരിക്കുമോ അല്ല, കാരണം ഗൾഫ് നമ്മുടെ നാട് എന്നൊക്കെ പറഞ്ഞാൽ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളാണല്ലോ, അതോടൊപ്പം പൊടിയും ഉണ്ടാവും. ഇനി അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതോ നമ്മൾ ഈ നോട്ട് ചെയ്തേക്കുന്നത് അത് എത്രമാത്രം ശരിയാണെന്നുള്ളതും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർ പറ്റുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് മറ്റേതെങ്കിലും വീഡിയോയിൽ അപ്പോൾ അതിനെക്കുറിച്ച് കറക്റ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അതുപോലെ നമ്മൾ ഇതുപോലെ നല്ല കൊഴുത്തൊരുട്ട മേഘങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് കാണിക്കുകയും ചെയ്യാം. നമ്മുടെ മിക്ക വീഡിയോസിലും നമ്മൾ ആകാശം കാണിക്കുമ്പോഴത്തേക്ക് ആ മേഘങ്ങൾ വരാറുണ്ട്. വേണ്ട തിരക്ക് പിടിച്ച് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന കാറുകളെല്ലാം ടോബർമോറി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന കാറുകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ അർജുൻഭായിയുടെ ഫാമിലി ആയിട്ട് നമ്മൾ ടോബർമോറി പോയ വീഡിയോസ് ഒക്കെ കൊണ്ടുവന്നില്ലായിരുന്നു. കൊല്ലം ടോബർമോറി പോയില്ലോടാ നീനുസേ? സമ്മർ വലിയ ചെലവില്ല. സഡനായിട്ട് തിരിഞ്ഞതാ അവന്. ഇത്ര വണ്ടികളാ, ഇവൻ സൈഡിലോട്ട് തിരിഞ്ഞതാ, മനസ്സിലായോ? എടാ അവൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ടാവും, അവന്റെ പുറകെ വന്നവര് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം മനസ്സിലായോ? നേരെ പോകുന്ന റോഡിൽ എന്ത് ശ്രദ്ധിക്കാനാന്ന് ആലോചിച്ചാണോ? അത് മാത്രല്ല, നടുക്ക് ഡബിൾ ലൈനാ. എന്നാലും നമ്മള് ശ്രദ്ധിച്ചില്ല. ഇപ്പൊ 4-5 കൊളീഷൻ വന്നേനെ, 4-5 വണ്ടി കുടുകൂടാന്ന് ഇടിച്ചേനെ. അവന് ഇടിക്കാതിരിക്കാൻ ഇവൻ എക്സ്പീരിയൻസ് ഡ്രൈവറായി. അവന് അത് ഞാൻ പഠിച്ചിട്ടുണ്ട് പലയിടത്തും. ഇങ്ങനെ വരുമ്പോ ഒന്നെങ്കിൽ അങ്ങോട്ട് അവൻ അങ്ങോട്ട് ചെയ്തു, നമുക്കും അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഇങ്ങോട്ട് ചെയ്തു. ഇല്ലാന്നുണ്ടെ പുറകെ പുറകെ ഒന്നും ഇടിക്കൂലേ? പക്ഷെ അവൻ കാണിച്ചു മണ്ടത്തര, അവൻ നേരെ ഓപ്പോസിറ്റ് ലൈനിന്റെ അങ്ങോട്ട്. ഞാന് ഇവിടുത്തെ വിടവ് എന്താന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വെച്ചു. ഈ ലൈനിൽ തന്നെ നിന്ന് ഇങ്ങനെ ചരിച്ച് തല്ലി അടിമോട്ട് ഇടിച്ച് കയറത്തില്ല. അപകടം ഒഴിവാക്കാൻ എന്ന് പറഞ്ഞാൽ അവൻ നേരെ പോയി ഇടിച്ച് കയറാണ്ടിരിക്കാനാണ്. നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേരെ പോകാതെ സൈഡിലേക്ക് വെട്ടിക്കൂലേ? അതാണ്. അല്ലെങ്കിൽ അവൻ ഒരിക്കലും ഓപ്പോസിറ്റ് വരുന്ന അങ്ങോട്ട് കയറിയല്ലോ. അതാണ് നമ്മൾ എപ്പോഴും റോഡിൽ ശ്രദ്ധിക്കണം. റോഡ് എന്ന് പറഞ്ഞ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന. കാരണം ഈ മനുഷ്യന്മാരെന്ന് പറയുന്നത് ചിന്തിക്കുന്ന രീതികൾ ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ നല്ല എൻജോയ് ചെയ്ത് വർത്താനം കാര്യം, നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ അല്ലെ, നമ്മുടെ അവരെ കുറിച്ചുള്ള ചിന്ത, അവരിൽ എന്തൊക്കെ കാണിക്കാം. പിന്നെ നമ്മളെ ഫാമിലി ആയിട്ട് വീക്കെൻഡ് കിട്ടിയതിന്റെ സന്തോഷം അടിച്ചു പൊളിച്ച് പോകുന്നതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണത്തില്ല. അത് മാത്രമല്ല, ഫ്രണ്ടിലുള്ള ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവരാരും ഇൻഡിക്കേറ്റർ ഇടത്തില്ലല്ലോ. എന്ത് സംഭവിക്കുന്നല്ലേ നമ്മൾ നോക്കുന്നത്. കാരണം ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പം സഡൻ ആയിട്ട് നിർത്തുമ്പോ ഹസാർഡ് ലൈറ്റ് അല്ലേ ഇടുന്നത്, ഇൻഡിക്കേറ്റർ അല്ലല്ലോ. കാരണം ഈ ഹസാർഡ് ഇപ്പോഴും നമ്മൾ ഇടാത്തതുകൊണ്ട് തന്നെ ആ സ്വിച്ചിലേക്ക് പെട്ടെന്ന് കൈ പോവുകയല്ല. അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും അലേർട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ഈ അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ച് ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് പാലിച്ച് പോകുന്നതിനൊക്കെയാണ് നമ്മൾ ഡിഫെൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അതൊരു വലിയ സാധനമാണ്. $33 per person ടിക്കറ്റ് ഫീസും അടച്ച് എക്വിപ്മെന്റ്സും ചൂസ് ചെയ്ത് നേരെ എലോറ ഗോർജ് പാർക്കിലേക്കാണ് പോകേണ്ടത്. ഇത് മതി, അടിപൊളിയാ. ഓക്കെ. അവിടെ പാർക്ക് ആക്സസ് ചെയ്യാൻ $9 per person അഡൽസിനും $6 മൈനേഴ്സിനും കൊടുക്കുന്നത് കൂടാതെ റാപ്പിഡ്സ് ആക്സസ് ചെയ്യാൻ എക്സ്ട്രാ $20 കൊടുക്കണം. ഗൈസ്, അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ സമയത്ത് എത്തിയിരിക്കുകയാണ്. നന്നായിട്ട് താമസിച്ചു കേട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും സമയം എടുത്തു നമുക്ക് അവിടെ ബ്രാംപ്ടണിൽ ഉണ്ടായിരുന്ന പരിപാടികളെല്ലാം. അപ്പോൾ നമ്മുടെ ട്യൂബൊക്കെ വേണ്ട ഓൾറെഡി ഡീഫ്ലൈറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നത് നമ്മുടെ വണ്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്യൂബ്, ഹെൽമെറ്റ്, ലൈഫ് ജാക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇനി ഇതെല്ലാം നമുക്ക് ഇവിടെ വെച്ച് ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ട് പോകണം. ഇതിനുള്ള എല്ലാ എക്വിപ്മെൻറ്റ്സും നമ്മൾ അവിടെ നിന്ന് റെൻറ്റിന് എടുക്കുമായിരുന്നല്ലോ. അപ്പോൾ അതുകൂടാതെ മൊബൈൽ പോലുള്ള നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഏതെങ്കിലും ഒരു ബാഗിൻ്റെ അകത്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം കേട്ടോ. അതുകൂടാതെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു റിസ്റ്റ് ബാൻഡ് ഇവിടുന്ന് മേടിക്കണം. നമ്മൾ വേവറെല്ലാം ചെയ്താൽ എല്ലാം സെറ്റാന്നുള്ള അത് മേടിക്കാൻ വേണ്ടിയിട്ട് നീനയും പിങ്കിമേനും കൂടെ പോയേക്കുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ ട്യൂബെല്ലാം ഇൻഫ്ലേറ്റ് ചെയ്യാം. എടാ, ഇങ്ങനെ ഒരു മെഷീൻ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ വണ്ടിയുടെ ചാർജറിൻ്റെ അകത്തേക്ക് മറ്റേ കണക്ട് ചെയ്തിട്ട്
വേണ്ട ഇങ്ങനെ ഞെക്കുമ്പോഴത്തേക്കും ഇത് കാറ്റ് കയറ്റാം. കയറ്റി കഴിയുമ്പോഴത്തേക്കും വേണ്ട ഈ ഒരു സെറ്റപ്പിലിരിക്കും. പെട്ടെന്ന് ഏകദേശം 30 സെക്കൻഡിനുള്ളിൽ സെറ്റായി കേട്ടോ. അങ്ങനെ നമ്മൾ വേണ്ട ലൈഫ് ജാക്കറ്റ് വിട്ട് ഹെൽമെറ്റും വെച്ച് വേണ്ട നമ്മുടെ ട്യൂബ് ഇൻഫ്ലേറ്റ് ചെയ്തു. മലയാളത്തിൽ പറയാവോ? അതറിയത്തില്ല. നിഞ്ചാ ടേർട്ടിലാന്നാ പറയണേ. ഞാൻ എന്നാ അതിന്റെ അമ്മ. നിഞ്ചാ ടേർട്ടിലിന്റെ അമ്മയും നിഞ്ചാ ടേർട്ടിലും ഞാനും പപ്പ ടേർട്ടിലും. ഇപ്പൊ വേണ്ട നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്ത് നമ്മുടെ സാധനങ്ങളെല്ലാം വാല്യബിൾസ് എല്ലാം അതിൻ്റെ അകത്ത് വെച്ച് വേണ്ട ഒരു ഫോൺ കേസ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഫോൺ കേസിൻ്റെ അകത്ത് ഫോണും അത്യാവശ്യം വേണം കാറിൻ്റെ താക്കോലും ഇടാം കേട്ടോ. എന്ന് വെച്ചിട്ട് നമ്മൾ നേരെ വെച്ചിട്ട് ഇച്ചിരി നടക്കാനുണ്ട്, അങ്ങോട്ട് നടക്കുക. വേണ്ട നമുക്ക് ആ പുഴയിലേക്ക് പോകുന്ന റൂട്ട് നല്ലൊരു രസമുള്ള റൂട്ടാണേ. അല്ലാടാ നീനു സാർ? Pinky Man, are you excited? Yeah! If I wasn't excited, I wouldn't be putting a tube on my head. Are you excited? എക്സൈറ്റ്മെന്റ് ആണോ സ്കെയർ ആണോ കൂടുതലെന്ന് അറിയത്തില്ല, എന്നാലും പോവാ. പിന്നെ അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ്സ് ആണ്, ഡേഞ്ചറാണ്. എന്നാലും വലിയ ഡേഞ്ചറൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന പോലെ മെക്സിക്കോയിൽ പോയപ്പോഴത്തേക്ക് നമ്മളവിടെ മറിച്ചിട്ട് കടലിൽ വീണതാ. പിന്നെ ഞങ്ങളിവിടെ കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാം അത്യാവശ്യം ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ രക്ഷപ്പെടും കേട്ടോ. ആ ഒരു എന്നാലും എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സാധനം വെച്ചിട്ടുള്ള ഒരു ആകാംക്ഷയുണ്ട്. പോയി നോക്കാം. എന്തായാലും ഫൈനലി സാധനം കിട്ടി പുറത്തിറങ്ങില്ലോ. ഞങ്ങൾ താമസിക്കുന്ന ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും ഒരു ഇച്ചിരി സമയം കൂടുതൽ നമുക്ക് ബ്രാംപ്ടണിൽ എടുക്കേണ്ട വന്നു കേട്ടോ. ശരിക്കും വെബ്സൈറ്റിൻ്റെ അകത്ത് 3 മണി വരെ ഈ സാധനങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്കുള്ളിൽ വന്ന് നമ്മൾ സാധനങ്ങളെല്ലാം എടുക്കണം. അതുകൂടാതെ 6 മണിക്കുള്ളിൽ ഇത് റിട്ടേൺ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 4 മണി വരെ സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പം എന്നും പറഞ്ഞ് 4 മണിയാവാൻ നോക്കി നിൽക്കണ്ട. 3 മണി എന്ന് പറഞ്ഞാൽ അവർക്ക് അതെല്ലാം വൈൻഡ് ചെയ്യാനുള്ള സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ എന്നാലും അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 മണി എന്ന് പറഞ്ഞാൽ 2:45 ഞങ്ങൾ വന്ന് ട്യൂബ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. എല്ലായിടത്തും ഇതുപോലത്തെ സൈൻ ബോർഡുകളുണ്ട് നമ്മളെങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് കേട്ടോ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇടയിൽ ഇതേണ്ട ക്യാമ്പ് സൈറ്റുകളും ഉണ്ട്. ക്യാമ്പ് ചെയ്യേണ്ടവർക്ക് വന്ന് ക്യാമ്പ് ചെയ്യാം. നല്ല അടിപൊളി ക്യാമ്പ് സൈറ്റ്സ് അല്ലേടാ? അതെ അതെ. അതുകൂടാതെ നമ്മുടെ ഈ ട്യൂബ് ഉണ്ടോ, നമ്മുടെ ഈ ട്യൂബിൻ്റെ അടിയിൽ ഓട്ടയല്ല, ഈ അടിയിലും കവർ ചെയ്തേക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്. അപ്പോൾ ഈ റാപ്പിഡ്സിൽ പോകാൻ ഇതാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഈ റാപ്പിഡ്സിൻ്റെ അകത്ത് അവിടെ കല്ലും ഉരുളൻകല്ലുകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ബട്ട് അവിടെ ഒന്നും പോയി ഇടിക്കാതെയൊക്കെ, ഇൻ കേസ് നമ്മുടെ കാലൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ പോയി ഇടിച്ച് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനമാണ് സജസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ തോളയുള്ള ട്യൂബുണ്ട്, അത് ലേസി റിവറിൽ നമുക്ക് ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. ഫാമിലി കണ്ടോ, മാത്യുവിന് വ്ളോഗ് ചെയ്യാൻ വേണ്ടി 2 ട്യൂബും കൊടുത്താ ഞാൻ പോകുന്നത്. കണ്ടോ, നമ്മുടെ വ്ളോഗിങ് എക്യുപ്മെന്റ്സ് എല്ലാം ക്യാരി ചെയ്ത് നമ്മൾ ഫുൾ ടൈം വ്ളോഗ് ചെയ്തോട്ടെ എന്നുള്ള ഫുൾ സപ്പോർട്ടാണ്. അങ്ങനെ ഒരു ചെറിയ പാലം എത്തി. ഈ പാലത്തിൽ നിന്ന് നമുക്ക് വേണ്ട വെള്ളത്തിൻ്റെ ഒച്ച കേൾക്കാം കേട്ടോ. ഓ മൈ ഗോഡ്, ഈ റിവറിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോണത്. ജെയിനുസേ നടക്കണം, അടുത്തോ? കാര്യം എന്നാന്നൊക്കെ പറഞ്ഞാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നടപ്പുണ്ടല്ലോടാ നീനുസേ. വിചാരിച്ച പോലെ അല്ലാട്ടോ. അത് തന്നെയല്ല, കയറ്റവും കൂടെയാ. അതെ അതെ. ഇവിടെ വന്ന് കഴിയുമ്പോൾ ഇത് ലോഞ്ചിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ റാപ്പിഡുണ്ട്. അതാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള റാപ്പിഡ്. അത് ട്യൂബിൽ നിന്ന് നമ്മളെ മറിച്ചിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഡേഞ്ചറാണെന്ന് തോന്നിയാൽ അതിനനുസരിച്ച് ഡിസൈഡ് ചെയ്തു, ഒന്നെങ്കിൽ മുമ്പിൽ നിന്ന് ചെയ്യണോ ബാക്കിൽ നിന്ന് ചെയ്യണോ എന്നാണ് അവർ പറഞ്ഞത്. ശ്വാസം വിടാൻ നിൽക്കുക. എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്, പറ്റൂല, പണിയെടുത്ത് ശീലമില്ല. ദാഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ പൈപ്പ് വെള്ളം ഉണ്ടായിരുന്നു. എല്ലാവരും വെള്ളം കുടിച്ചൊക്കെ അവിടുന്ന് പോകുന്നത്. അവിടെ ട്യൂബിങ് ഒരു കൺട്രോൾഡ് സെറ്റപ്പ് അല്ല, ഇത് നാച്ചുറൽ റിവറിലാണ്. അതുകൊണ്ടെല്ലാം സൂക്ഷിക്കണം. നമ്മുടെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്ത് വേണേലും വരാം എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്ന ബോർഡുകൾ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ കുറേ നേരത്തെ നടപ്പിന് ശേഷം വേണ്ട ഈ ഒരു സെറ്റപ്പിൽ കൂടെ
നമുക്ക് ട്യൂബിങ്ങിനുള്ള ലോഞ്ചിലേക്ക് എത്തുകയാണ്. പോയി നോക്കാം. അങ്ങനെ ഇതാണ് ഗൈസ് ലോഞ്ചിങ് ഏരിയ. എന്ത് സെറ്റപ്പായിട്ടാ ഈ ഒരു വനമേഖല അവർ സെറ്റ് ചെയ്തേക്കുന്നത് ടൂറിസത്തിന് വേണ്ടിയിട്ട്. എത്ര രൂപയാ ആലോചിച്ച് നോക്കിക്കേ. നമുക്ക് നോക്കാം. ഇറങ്ങണോ ജെയിൻ? ഇതാണ് മക്കളെ ഗോർജ്. നീനുസേ ഇത് വിഷയമില്ലടാ, ഇതിനെ കുറിച്ചാണ് അവര് പറയുന്നത്. വേണ്ട, ഇതാണ് ഏറ്റവും ഡേഞ്ചർ എന്നുള്ളതാണ് അവർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി ഗുഡ്. എങ്ങനെയുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ? ഇതാന്ന് തോന്നുന്നു അവർ പറഞ്ഞ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളത്. ഇത് ഇത്ര വലിയ ഡേഞ്ചർ ഒന്നും അല്ലല്ലോ. ആണോ? എനിക്കതങ്ങ് ചെയ്യാൻ തോന്നുവാ. സൂക്ഷിച്ചിറങ്ങണേ, തെന്നാതെ ഇറങ്ങണം കേട്ടോ. ജെയിൻ ബി കെയർഫുൾ. ഓക്കെ, കം. അവിടെ തെന്നും, സൂക്ഷിച്ചു പോകണം കേട്ടോ. വേണ്ട, നമ്മള് ഇതിൻ്റെ അകത്ത് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി തന്നെ പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മുടെ 3 ട്യൂബുകൾ തമ്മിൽ ചെറിയൊരു നോട്ട് ഇട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലൂസായിട്ട് കിട്ടിയേക്കണം കേട്ടോ. അപ്പം പിന്നെ നമ്മളെല്ലാം നിൽക്കുമല്ലോ, ഒരേ ഏരിയ തന്നെ നിൽക്കുമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയാലോ? റെഡി? നമ്മൾ പോകുന്ന കേട്ടോ. അങ്ങനെ വെള്ളത്തിലായി നമ്മളെ ഐറ്റംസ് എല്ലാം നമ്മുടെ വള്ളി കെട്ടി. കണ്ടോ? അപ്പൊ വള്ളി കെട്ടിയത് നന്നായില്ലേ? എങ്ങനെയുണ്ട്? ഹായ് ജെയിൻ. ഷേക്ക് ഹാൻഡ്സ്. അടിപൊളി കേട്ടോ. കൊള്ളാം, സംഭവം കൊള്ളാം. അടിപൊളി മക്കളെ, അടിപൊളി. ആദ്യം ഉണ്ടല്ലോ റിവറിൽ ഇറങ്ങി ഒന്ന് നനഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു അല്ലേ? ഇപ്പൊ തണുക്കുന്ന വെള്ളം വീഴ്ത്ത് വീഴുമ്പോ. Be ready. Hold on tight, Jane. Hold tight, okay? Don't lose it. വേണ്ടേ, നമ്മളെ കയറ് കിട്ടിയത് എത്രമാത്രം നന്നായി നോക്കിക്കേ. എല്ലാം നമ്മളെല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ഒഴുകി പോയാണ്, ഓരോന്നിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ. I would like to be with my family. ഇത് കൊള്ളാല്ലേ? നൈസ്. ജെയിൻ അതെ, കൊള്ളാം. നല്ല അടിപൊളി സെറ്റപ്പേ. നോക്കിക്കേ. This is nice. Yeah. No, probably there are more rabbits coming. എൻ്റെ ആ കയറ് കെട്ടിയ കാരണം ഫാമിലി ഒരുമിച്ച് നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. പക്ഷെ അത് വലിയ ഗുണമായി കേട്ടോ. ജെയിൻ ബൈ ബൈ. ഇത് രാജാവാണോ? കൈയൊക്കെ വെച്ച് അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുക. എടാ, ഇതിൻ്റെ അടിയിൽ നിറയെ കല്ലുകളുണ്ട് കേട്ടോ. ഇപ്പൊ നന്നായില്ലേ മറ്റേ തുളയുള്ളത് എടുക്കേണ്ടിരുന്നത്. അമ്മമാരുടെ കുണ്ടി ഇടിച്ചെന്ന് തോന്നും. ഇവിടെ ഇതിന് തൊട്ടടുത്ത് കല്ലുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, കല്ല് നന്നായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ അടിയിൽ തുളയുള്ളത് എടുക്കാണ്ടിരുന്നത് വളരെ നന്നായി. എല്ലാവരും എന്നുണ്ടെങ്കിൽ ഇത് 8ന്റെ പണി കിട്ടിയത്. അത് ഇമാരി എണീറ്റ് നിൽക്കണവരൊക്കെ കുണ്ടിക്കെട്ട് ഇടി കിട്ടിട്ട് എണീറ്റ് നിൽക്കണം. കല്ല് കല്ല് അല്ലേ? എടാ പിഞ്ചുമോനെ, ഇറ്റ്സ് കമ്മിങ്. നൈസ്. വാവ്, വരും. ചെറിയ കൊക്കയുടെ സൈഡിൽ കൂടെ പോകുന്ന പോലെ ഉണ്ടല്ലേ? ചേട്ടാ, ഇതിന്റെ ഇത് സൈഡിലൊക്കെ കൊണ്ടോ വലിയ പാറക്കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ നോക്ക്, സൈഡിലൊന്നും പോയി ഇടിക്കാതെ. എടാ, ഹെൽമെറ്റ് വെച്ചതിന്റെ കാര്യം. ഓ എന്റെ അമ്മ, എന്റെ കാല്
എല്ലാവരും മാറിയാ ഗൈസ്. റിവറിന് സ്പീഡില്ലെന്ന് ആരാ പറഞ്ഞേ? അയ്യോ ബ്രിഡ്ജ് ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. അടുത്ത് പറഞ്ഞോണ്ട് പിടിക്കാനോ പിടിക്കാനാ. നമുക്ക് ആദ്യം നല്ല സംശയം ഉണ്ടായിരുന്നു പിങ്കി മോൻ ഓക്കെ ആയിരിക്കുമോ, കാരണം റാപ്പിഡ്സ് ഡേഞ്ചർ ആണെന്നൊക്കെ ഇവർ പറഞ്ഞപ്പോഴേ. പക്ഷേ പിങ്കി മോൻ എൻജോയ് ചെയ്യുന്നുണ്ട്, അടിപൊളിയാണ്. സോ ഫാർ സോ ഗുഡ്. നമ്മൾ ഉദ്ദേശിച്ച അത്രയും റിസ്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി കുറച്ചു നേരം കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇതുവരെ നമ്മളെ പിങ്കി മോൻ്റെ പ്രായത്തിലുള്ള ഒരാൾക്ക് ഓക്കെ അല്ലേ? അത് ശരിയാ. പിള്ളേരുടെ ഇത് നോക്കിയപ്പോഴത്തേക്കും 4 ഫീറ്റ് എങ്കിലും മിനിമം ഹൈറ്റ് ഉള്ളവർക്ക് ഇതിൽ പോരാന്ന് പറയുന്നത് കേട്ടോ. 48 ഇഞ്ച്. ഓക്കെ. വേണ്ട ആ പാറക്കെട്ടുകളൊക്കെ നിങ്ങൾ കണ്ടോ? വെള്ളം ഒഴുകിയാണെന്ന് തോന്നുന്നു. വേണ്ട ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറൽ ഇതൊക്കെ കണ്ടോ പാറയുടെ അവിടെയൊക്കെ. അതേടെ അതേണ്ട എൻ്റെ സൈഡിലുണ്ട്. പിന്നെ എന്തിനാ അപ്പുറം കാണിക്കുന്നത്? നോക്കിക്കേ. അപ്പം നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ തെന്നി തെറിച്ച് വരും കേട്ടോ. അപ്പം നമ്മുടെ കൈയും കാലും തലയൊക്കെ ഇടിക്കാതെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഹെൽമെറ്റ് വെക്കുന്നതും എല്ലാം. I think we're going to block you. Like yeah. Hi. Taking a break. Waiting for someone. Okay. Such a lovely weather, right? വെള്ളം വീടുമ്പോൾ തണുക്കുന്നു. ഒന്ന് നനഞ്ഞിട്ട് വരായിരുന്നല്ലേ? അങ്ങനെയല്ല, മുങ്ങണ കാര്യം പറഞ്ഞ പിങ്കി മോനെ. ക്യാമറ നനയ്ക്കല്ലേ? ഓ അവിടെ ആൾക്കാർ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട്. കാണാം. എന്നാ തിരക്കാ ഇവിടെയൊക്കെ അറിയോ? ഇത്ര പേരത് ഫ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് രസമായിട്ട് ഇവരിത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇത് മുഴുവൻ എൻജോയ് ചെയ്ത് ട്യൂബിൽ കിടന്ന് ആകെ കൂടി ഈ ട്യൂബ് റെൻറ്റ് ചെയ്തതിന് എത്ര രൂപയാടാ? ഇതിൻ്റെ റേറ്റ് ഒക്കെ എത്രയാണെടാ നീനൂസ്? എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനും അതുപോലെ അങ്ങ് തിരക്ക് പിടിച്ച റാപ്പിഡ്സ് അല്ല കേട്ടോ. ഇടയ്ക്ക് ഇതുപോലത്തെ കുറച്ച് ഇങ്ങനെ കാമായിട്ടുള്ള ഏരിയ ഉണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് നല്ല ലേസി ആയിട്ട് എൻജോയും ചെയ്യാം. അങ്ങനെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും വേണ്ട ഇതുപോലത്തെ കുറച്ച് ചാടിക്കുന്ന ഐറ്റം വരും. എന്താ നമ്മുടെ അരണച്ചെടി, നാട്ടിലെ അരണച്ചെടി അവിടെ മറ്റേ ഇടുക്കില് മനസ്സിലായി. മറ്റേ ന്യൂസിലാൻഡിന്റെ ടൈപ്പ്, ന്യൂസിലാൻഡിന്റെ ഫ്ലാഗിലുള്ള ചെടിയല്ലേ? നമ്മുടെ നാട്ടിൽ കവിയൽ പൊടി അടിക്കുന്ന അരണച്ചെടി. അതെല്ലാം പാറയാ, കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. ഓ ഇതിന് ലേക്ക് പോയിരുന്ന ഭയങ്കര ബോറാണ്. ഇത് തന്നെ ബോറിങ്. എനിക്ക് ഇത്ര അഡ്വഞ്ചർ പോരാ, കുറച്ചുകൂടെ ആവാം അല്ലേ? ഇതങ്ങ് പോരാ. ആരോഗ്യ നമ്മള് രണ്ട് സൈഡിലേക്ക് ആക്കി. ഓ ഡോൺ വെറി. പയ്യെ തെന്നി പോരെ. തല ഇടിച്ചോ? ഇല്ലല്ലോ. ഇവിടെ പാറക്കെട്ടുകൾ സൂക്ഷിക്കണേ, കാല് സൂക്ഷിച്ചാൽ മതി. പോരാ. ഡോൺ വെറി, ഡോൺ വെറി. അയ്യോ ഞാനിപ്പോ പറഞ്ഞു പോയരെ. അയ്യോ എടാ സ്കങ്ക്. എടാ നിന്റെ പുറകില് സൂക്ഷിക്കണേ. ആ ഇടിക്കും, പേടിക്കണ്ട. ട്യൂബ് പോയി ഇടിച്ചോളും, എന്നിട്ട് പോക്കോളും. ആ അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോ. ഇങ്ങോട്ട് പോടാ നീന. മമ്മ ഓക്കെ ആണോ? ഓക്കെ ആണോ? വാ വാ. എടാ മമ്മ പെട്ടെന്ന് വാ. എന്നാ അതിന്ന് വിട്ടേ, അതിന്ന് വിട്ടേ, എന്നിട്ട് നടന്നു വാ. നീ അതിന്ന് വിട്. I got it.
I'm just gonna hold. Hello. ഞാൻ വീണു. പിങ്കി മോള് പോയി. ഹലോ ഹലോ ഗൈസ്. ഹായ് ഹലോ എവരിവൺ. ഞാൻ വീണിട്ടുണ്ട്. ഇറ്റ്സ് ഓക്കേ. പപ്പ ഇത് പിടിച്ചോ. ഞാനിത് പിടിക്കാം. This is so fun. നോക്ക് എല്ലാരും വെള്ളത്തിൽ ചാടി കേട്ടോ. പപ്പ വീണിട്ടില്ല. പപ്പ വീണന. ഞങ്ങള് ട്യൂബും കഴുകി പോകുന്ന നീന പയ്യെ എത്തുക കേട്ടോ. ഇവിടെ കല്ലുണ്ട്. മമ്മ എടാ എന്തായാലും എല്ലാരും വെള്ളത്തിൽ ചാടിയില്ലേ? ഞാൻ വീണില്ല. ഇല്ല പോവല്ലേ. ആ ഡ്രൈ ആയിട്ടുള്ള ഇതിലേക്ക് മറ്റേ കൈ എന്തിയേ? ആ ഡ്രൈയിലേക്ക് പിടിച്ചേ. എന്നിട്ട് നിറങ്ങി കയറ്. എടാ അല്ലേ പിന്നെ എങ്ങനെയാണ് നീന്തത്? ലേസിയാന്നുള്ള ആ ഒരു വിഷമം അങ്ങ് മാറിയല്ലോ. അതെന്നാ സംഭവിച്ചെന്നറിയോ? നമ്മളാ ഇടയ്ക്ക് കല്ല് പൊങ്ങി നിന്നില്ല. എടി നീ അപ്പൊ അത് വിട്ടാ മതിയായിരുന്നു. എല്ലാം പിങ്കിമോ വീഴില്ല. അപ്പൊ നമുക്ക് വെള്ളത്തിലേക്ക് ചാടണ്ടേ? ഞാനതാ പറഞ്ഞല്ല, പിങ്കിമോ വീഴില്ലായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് നീന്തൽ അറിഞ്ഞൂടെ? വാക്കുണ്ടാക്കണ്ട. അങ്ങനെ രക്ഷപ്പെടുത്തലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. It was fun. ഇനി തമാശയായിട്ട് എടുക്കില്ലല്ലോ. കല്ലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. വാ, നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസ് ഇടണ്ട. ശരിക്കും അവിടെ സംഭവിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വള്ളി ഇടയ്ക്ക് കുറേയൊക്കെ അങ്ങ് ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൈൻഡ് ഭയങ്കര കോൺഫിഡൻസ് തോന്നി. വള്ളി അങ്ങ് ലൂസായിട്ട് വിട്ട് എല്ലാവരും ഇച്ചിരി അകലെയൊക്കെ പോയി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ കല്ല് അങ്ങ് നടുക്ക് വന്നു. ആ കല്ലിൻ്റെ ഇടയിൽ വന്നിട്ട് രണ്ടുപേരും രണ്ട് ഫ്ലോയിലേക്ക് അങ്ങ് പോയി. അപ്പോൾ ഞാനും പിങ്കി മോനും ഒരു സൈഡിലായതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ വെയിറ്റ് കുറവല്ലേ. അപ്പോൾ അതിനെ അങ്ങ് പുഷ് ചെയ്ത് നീന മറിഞ്ഞു. നീന അങ്ങ് ഇപ്പോൾ പോയപ്പോഴത്തേക്കും അങ്ങനെ അടി കല്ലും കൂടെ ആയതുകൊണ്ട് മറിച്ചിട്ടില്ല. ആ മറിച്ചിടാത്തത് കൊണ്ട് തന്നെ അപ്പം അവിടെ ഒരു പുഷും കൂടെ വന്നാണ് പിങ്കി മോനും വെള്ളത്തിൽ വീണത്. പക്ഷേ എല്ലാവരും സേഫാണ്. പറഞ്ഞ പോലെ എക്സ്ട്രീം ഡീപ്പായിട്ട് തോന്നിയില്ല. പിന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് നീന്തലൊന്നും അറിയത്തില്ല. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങിയ ലൈഫ് ജാക്കറ്റും ട്യൂബും ഞാൻ ആഞ്ഞ് പിടിച്ചിരിക്കും. ചത്താലും ഞാൻ പിടിയല്ല കേട്ടോ. പണ്ട് ഇതുപോലെ പല സ്ഥലത്തും വീണ എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ട്യൂബും ലൈഫ് ജാക്കറ്റും ഉണ്ട്. ഞാൻ ഏത് കടലിൽ പോയി ചാടുന്നു. പണ്ട് മെക്സിക്കോയിൽ പോയ കടലിൽ ഞങ്ങൾ ജെറ്റ് സ്കീൽ ഇതുപോലെ വീണതാണ്. അപ്പം എന്ന് പറഞ്ഞ് ഇനി വീഴില്ലെന്നല്ലാട്ടോ. ദൈവമേ അങ്ങ് അവസാനിച്ചിട്ടില്ല. നോക്ക് ഇതുപോലത്തെ പാറക്കെട്ടുകളാണ് അടിയിലും കുത്തിരി. വെള്ളം കാരണം നമ്മൾ അടിയിലെ പാറ കാണുകയല്ല. നോക്ക് അതിൻ്റെ ഇടയിലൊരു പാറ പൊങ്ങി നിൽക്കുന്നുണ്ടോ? അതുപോലത്തെ പാറകൾ ഇടയ്ക്കിടയ്ക്കുണ്ടാവും വെള്ളത്തിലും വെള്ളത്തിൻ്റെ അടിയിലും. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചവിട്ടി ഇതിൽ നിന്ന് അങ്ങ് അകത്തി ചവിട്ടി വിട്ടണം. അല്ലെ നമ്മുടെ തലയൊക്കെ പോയി ഇടിക്കും. പക്ഷേ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ പുറം പോയി ഇടിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല കാമായിട്ട് പെരുമാറി കേട്ടോ. നീന വെള്ളത്തിൽ വേണ്ടിട്ട് ഞാൻ വിചാരിച്ച പോലെയല്ല. യു ആർ സേഫ് റൈറ്റ് ബിക്കോസ് ഐ വാസ് ഹോൾഡിംഗ് യു. നിങ്ങൾ ഈ ട്യൂബും കൊണ്ട് പോയാൽ ഞാൻ ഈ കരടിയുടെ കടിയും കൊണ്ട് നടന്നു ഈ കാട്ടിക്കൂടെ തന്നെ നടന്ന് എങ്ങനെ വരാൻ? എനിക്ക് നോർത്ത് ഏതാ സൗത്ത് ഏതാ അറിയത്തില്ല. ഫോണും ഇല്ല. എന്നെ ഇട്ടിട്ട് ഇവര് പോവാണോ? കരടീനെയും ഒക്കെ ഓർമ്മ വന്നത്. ഞാൻ എന്തിനാ വിടില്ല. ഞാനാണ് എടി ട്യൂബ് ഓടടി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ വിടില്ല. ട്യൂബെ പിടിച്ചിട്ട് പപ്പയെ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നുള്ള ഒരു നോട്ടമൊക്കെ. ആ നോട്ടത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണോ എന്ന്. കല്ലിരിക്കുന്നുണ്ട് ഇതുപോലത്തെ കല്ലുകൾ ആ വെള്ളത്തിന്റെ അടിയിലുള്ള കല്ല് വന്ന് ഞങ്ങൾ അപ്പുറം ഇപ്പുറം ആയിപ്പോയി. അതാ പറിച്ച് ചെയ്ത്. എന്നിട്ട് അതിൽ നിന്ന് കല്ല് പോകാതായിപ്പോയി.
starting to get lazy again. Papa, is it becoming boring again? നോ. ആ പാപ്പ ചവിട്ടി വിട്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പാറകളിൽ പോയി ഇടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാലും കൊണ്ടോ പഞ്ചറാവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഈ സാധനം. പിന്നെ എല്ലാവർക്കും നല്ലൊരു വെള്ളം നനയാൻ പറ്റുന്ന ടൈപ്പ് ഷൂസ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം പാറയൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടേ നമുക്ക് അടിക്കാൻ വേണ്ടി അല്ല കാലൊക്കെ ഇടിക്കുമ്പോഴത്തേക്കും എല്ലാം നടക്കണമെങ്കിലൊക്കെ നമുക്ക് അല്ലെങ്കിൽ പാറ ഇങ്ങനെ മൂർച്ചയുള്ള പാറയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു പ്രോപ്പറായിട്ടുള്ള ഷൂസ് വേറെയാണ്. നമ്മൾ ടോപ്പർമോർ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചായിരുന്നു വേണ്ട. അപ്പം വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഷൂസ് നമുക്ക് വാൾമാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ ഒരു ഷൂസ് എനിക്ക് നീനൂസിനും ഉണ്ടായിരുന്നു. പക്ഷെ നീനൂസിൻ്റെ കീറിപ്പോയെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവർ രണ്ടുപേരും തൽക്കാലം റണ്ണിങ് ഷൂസാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല. നമ്മൾ വേറെ ഷൂസും നമ്മുടെ വണ്ടിക്കകത്ത് ഉണ്ടായിരുന്നു, കരുതിയാണ് വന്നത്. അയ്യോ എടാ വേണ്ട, എടാ പിടിച്ചാടാ എന്നെ അങ്ങോട്ട്. ഇങ്ങനത്തെ പാറയാണ് നമ്മളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇപ്പം അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ ഞാനും ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇവരും പോകേണ്ട വന്നേനെ. പക്ഷെ നോക്കി നിന്ന് ചവിട്ടിയത് കൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ ഇപ്പുറം വന്നു. അത് മാത്രമല്ല കയറ് ചെറുതായിരുന്നു. ആ കയറ് അടുപ്പിച്ചാ പിടിച്ചിരുന്നത്. I'm not sure if you have the time. പറ്റുവാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് സ്പീഡിൽ പോരാ. പക്ഷെ 6 മണി കഴിഞ്ഞില്ലെങ്കിൽ പൈസ പിന്നെയും കൂടും. $90 കൊടുക്കണ്ടോ? ഇപ്പം തല ഇടിച്ചാനേട്ടാ. പക്ഷെ ഞങ്ങൾ രക്ഷപ്പെടുത്തി നമ്മുടെ ജെയിന്. ഹായ്. ശരിക്കും ഏറ്റവും സൂക്ഷിക്കേണ്ടത് ഇവിടെ അടിയിലെ ആ വട്ടമുള്ള സാധനം, തുളയുള്ള സാധനം എടുക്കാണ്ടിരിക്കുക. ട്യൂബ് ഉറപ്പായിട്ടും കൊണ്ട് ഇടിച്ചിടിച്ചിടിച്ച് കര എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഫുള്ള് ഓന്നേരനാട്ടോ ഞങ്ങളെ വലിച്ചടിപ്പിക്കാന്ന്. അവിടെ കണ്ട ആൾക്കാരെ അതാണ് എൻ്റെ എൻ്റെ. ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല. ഞങ്ങളെ അതെ അടുത്ത നേരം കര കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര ഒരു ധൈര്യമായിട്ടോ. ട്യൂബ് ഉണ്ടെങ്കിലും ഒഴുകി പോകാതെ നടന്ന കരയിലേക്ക് കയറുന്ന നീനസിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഫൈനലി വേണ്ട നമ്മൾ നമ്മുടെ എൻഡ് ഓഫ് ട്യൂബിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് ഈ മഞ്ഞ സാധനം വെച്ച് ഇത് ബ്ലോക്ക് ചെയ്തേക്കുന്നുണ്ടോ, ഇതാണ് അതിൻ്റെ എൻഡ്. ഇവിടെ വെച്ച് നമ്മൾ ഇറങ്ങി വേണ്ട ഈ കരയിൽ കൂടെ കയറി നമ്മൾ പോവാണ്, ട്യൂബും എടുത്ത് തല വെച്ചുകൊണ്ട്. അങ്ങനെ വേണ്ട ആ ഒരു അടിപൊളി അഡ്വഞ്ചറസ് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും ട്യൂബും തല ചുമന്നുകൊണ്ട് ഞങ്ങളിത് തിരിച്ചു കൊടുക്കാൻ പോവാം. കാരണം സമയം തീരാറായി. സമയം ഉണ്ടായിരുന്നെന്നുണ്ടാവണ്ടല്ലോ, രാവിലെ വന്നാലേ ഇത് 2 പ്രാവശ്യമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒന്നോടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സമയം തീരാൻ പോവാം. 6 മണിക്കുള്ളിൽ നമ്മൾ എക്വിപ്മെൻറ്റ് റിട്ടേൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഒരാൾക്ക് $30 വെച്ച് അവർ എക്സ്ട്രാ ലേറ്റ് ഫീസ് ചാർജ് ചെയ്യും. അതുകൊണ്ട് നമുക്കതൊക്കെ അവിടെ പോയി ഈ സാധനം എല്ലാം റിട്ടേൺ ചെയ്തിട്ട് എലോറ ടൗൺ ഒന്ന് മൊത്തത്തിൽ കറങ്ങി എക്സ്പ്ലോർ ചെയ്യാം. പറ്റുവാണെങ്കിൽ ഇവിടുന്ന് ഒരു ഡിന്നറും കഴിക്കാം ഇതിലൊരു അടിപൊളി റെസ്റ്റോറൻറ്റിൽ നിന്ന്. അല്ലാടാ നീന സാർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലായിരുന്നോ? പിങ്കുമോൻ എങ്ങനെ ഉണ്ടായിരുന്നു? It was amazing, especially the part that all of us fell down. It was amazing. That's my favorite. പിന്നെ വേറൊരു കാര്യം, ഇവിടെ വരുമ്പോൾ ചെയ്യുവാണെങ്കിൽ മിനിമം ഈ റാപ്പിഡ്സ് എല്ലാം ചെയ്യണം കേട്ടോ. ലേസി റിവറിന് പോയായിരുന്ന ശരിക്കും ബോറടിച്ചാനെ. ഇതിൽ തന്നെ റാപ്പിഡ്സ് കുറച്ചേ ഉള്ളൂ. ബാക്കി സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ കൈ കൊണ്ട് തുഴഞ്ഞു വളർന്നൊക്കെയാണ് പോകുന്നത്. വീഡിയോ എടുക്കാൻ ഞാൻ പിടിക്കണം, എൻ്റെ മുകളിൽ വേണ്ട, ഇറ്റ്സ് ഓക്കെ. ഹോയ് 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 ഹോയ്. അപ്പം എലോറ ടൗണിൻ്റെ കാഴ്ചകളും മറ്റു വിശേഷങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ ഒക്കെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.